നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ. ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആരോഗ്യത്തോടെ ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ഒരു അവസ്ഥ. ഇപ്പോൾ ഒരുപാട് തരം രോഗങ്ങൾ നമുക്കുണ്ട്. അതിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്നാണ്. അതായത് തെറ്റായ ജീവിത രീതി കൊണ്ടുണ്ടായ അസുഖം, തെറ്റായ ഭക്ഷണ രീതി, തെറ്റായ അല്ലെങ്കിൽ ശരിയായ വ്യായാമമില്ലായ്മ, അല്ലെങ്കിൽ മാനസിക സംഘർഷം, ഇതൊക്കെയാണ് തെറ്റായ ജീവിത രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന പല അസുഖങ്ങളെയും നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡയബറ്റിസ്, ഷുഗറിൻ്റെ കംപ്ലൈൻറ്റ്, കൊളസ്ട്രോൾ കൂടുതൽ വരുന്നു, തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ്, ചില സ്കിൻ ഡിസീസസ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളുണ്ടാവും. ഒരു 99% അസുഖങ്ങളും ഇതേപോലെ നമ്മുടെ ആധി കൊണ്ട് ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ തെറ്റായ ജീവിത രീതി കൊണ്ടുണ്ടാകുന്നത്. ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവനും കാണാനുള്ള മനസ്സ് കാണിക്കുക. ആ പറയുന്ന കാര്യങ്ങൾ കുറച്ച് തിയററ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരുന്നിട്ട് നമ്മൾ അതിൻ്റെ ആ പ്രതിവിധി ചെയ്താൽ നല്ല വ്യത്യാസം ഉണ്ടാവും. തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ സമാധാനപരമായി എല്ലാം ശ്രദ്ധയോടെ കേട്ട് അതുപോലെ ചെയ്യുക. ഓക്കെ, എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയാം. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും എൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആഴ്ചയിൽ 6 ദിവസം എങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം. ഓക്കെ അല്ലേ? 7 ദിവസം ചെയ്യുന്നവരുണ്ട്, തെറ്റില്ല, കുഴപ്പമില്ല. പക്ഷെ 6 ദിവസം എങ്കിലും നമ്മൾ ചെയ്യണം. അതിൽ 3 ദിവസം നമ്മൾ സാധാരണ ചെയ്യുന്ന ആ വീഡിയോ നോക്കിയിട്ടുള്ള ജോഗിങ് ചെയ്യാം. നിന്നെടുത്ത് തന്നെയുള്ള പലതരത്തിലുള്ള നടത്തം, അത് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള 3 ദിവസം അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ചെയ്യാം. ആ ദിവസങ്ങളിൽ ഞാനിവിടെ കാണിക്കുന്ന ഈ യോഗ പരിശീലനം ചെയ്യുക. കാരണം യോഗ പരിശീലനത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് സ്ട്രെച്ചിങ്സ് കിട്ടുക, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെ അല്ലെങ്കിൽ ശരീരത്തിലെ മസിൽസിനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത് യോഗ പരിശീലനത്തിലൂടെയാണ്. ഓക്കെ, അതൊരു മസ്റ്റായ കാര്യമാണ്, നിർബന്ധമായിട്ടും ചെയ്യണം എല്ലാവരും. അതേപോലെ തന്നെ ആ യോഗ പരിശീലനത്തോടൊപ്പമുള്ള പ്രാണായാമം, യോഗാസനങ്ങളോടൊപ്പമുള്ള പ്രാണായാമം, അതും ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കുറച്ച് സമയം ഉണ്ടായേക്കാം, അത് കാര്യമാക്കണ്ട, അത് നോക്കിയിട്ട് ചെയ്യുക. ഒരു 45 മിനിറ്റ്സ് എങ്കിലും ചെയ്യണം ഇത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യേണ്ടത് ഇതേപോലെ നട്ടലിൽ നിവർത്തി ഇരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സന്തോഷത്തോടെ ഇരിക്കുക. അങ്ങനെ ഇരുന്നിട്ട് കൈകൾ ഇങ്ങനെ വയ്ക്കുക. ഈ ഒരു ചിൻമുദ്രയിൽ വയ്ക്കുക. ചൂണ്ടുവിരലും തള്ളവിരലും തമ്മിൽ തൊട്ട് പിടിച്ചിട്ട് ഇങ്ങനെ മടിയിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. എങ്ങനെയാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കാം. ഓക്കെ, നട്ടലിൽ നിവർത്തിയിരിക്കണം, തല നേരെ വയ്ക്കണം, കണ്ണടച്ചു വയ്ക്കാം. കണ്ണടച്ചു വെച്ചിട്ട് നമ്മുടെ ശ്വാസഗതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാ? വയറിൻ്റെ ചലനം. ശ്വാസം എടുക്കുമ്പോൾ ഉയരുന്ന വയറ്, ശ്വാസം വിടുമ്പോൾ താഴുന്ന വയറ്, ഇതിൽ തന്നെ ശ്രദ്ധിക്കുക. ശ്വാസഗതിക്കനുസരിച്ച് വയറിൻ്റെ ചലനത്തിൽ ശ്രദ്ധിക്കുക. ഓക്കെ, കൈവയ്ക്കണമെന്നില്ല, അല്ലാതിരുന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് മെഡിറ്റേഷൻ എന്നാണ്, ഒരു ധ്യാനം. ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സിനെ ഒന്ന് ശാന്തമാക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചു. ഇനി പതുക്കെ കൈകളൊന്ന് തൊഴുതു പിടിക്കാം. തൊഴുതു പിടിച്ചിട്ട് നിങ്ങളുടെ മത ആചാരങ്ങൾക്കനുസരിച്ചുള്ള ഒരു പ്രാർത്ഥന മനസ്സിൽ ചൊല്ലിയാൽ മതി. ചുണ്ടുപോലും അനങ്ങണ്ട, മനസ്സിൽ ചൊല്ലിയാൽ മതി. അതിനുള്ള സമയം ഞാൻ തരികയാണ്. ഇപ്പോൾ ഒരു 10-20 സെക്കൻഡ് നേരം ആ പ്രാർത്ഥന അങ്ങനെ ചൊല്ലുക. നന്നായി പ്രാർത്ഥിക്കാം. നല്ല ഉണർവ് ലഭിക്കാനും നല്ല ഉന്മേഷം ലഭിക്കാനും ആയിട്ടുള്ള ആ ഒരു പ്രാർത്ഥന, മനസ്സിനെ ശാന്തമാക്കുന്ന, ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കരുത്ത്, അതാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള കരുത്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പതിയെ കൈകളൊന്നിങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യാം. ഈ കൈ ചൂടാക്കുന്നതിന് ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ആ നെർവ് എൻഡിങ് ആണ് കൈവെള്ളയിലൂടെ. എന്നിട്ട് അത് പതുക്കെ ഒന്ന് കണ്ണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ദെൻ പതിയെ ഒന്ന് ചൂടാക്കിയിട്ട് കഴുത്തിൻ്റെ പിന്നിലൊന്നിങ്ങനെ വയ്ക്കുക. ദെൻ ഒന്നുകൂടെ ചൂടാക്കി കൈകളിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുക. ആ കൈകളിലൂടെ ഒന്നിങ്ങനെ ഒഴിഞ്ഞെടുക്കുക. ദെൻ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ലോവർ ബാക്കിലേക്ക് കൈകൾ കൊണ്ടുപോവുക. എന്നിട്ട് അത് കാലിലൂടെ ഇങ്ങനെ ഊർത്ത് കൊണ്ടുവന്നിട്ട് താഴെ വെച്ചിട്ട് കൈകൾ സുഖകരമായ രീതിയിൽ ഇരുന്നിട്ട് നല്ല ഉന്മേഷത്തോടെ
നല്ല ഉത്സാഹത്തോടെ, നല്ലൊരു പുഞ്ചിരിയോടെ പതിയെ കണ്ണുകൾ അങ്ങനെ തുറന്നു വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് മെഡിറ്റേഷൻ. ആദ്യത്തെ മെഡിറ്റേഷൻ അതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. മനസ്സ് നല്ല ശാന്തമായി, ഇനി അങ്ങോട്ട് 1 മണിക്കൂറല്ല 2 മണിക്കൂർ വേണമല്ലോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ളൊരു ക്ഷമ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം വ്യായാമത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാലുകളിങ്ങനെ നീട്ടി വെച്ചിരിക്കണം. കാണാം, കൈകളിങ്ങനെ പുറകെ കൊടുക്കുക, കാലുകളിങ്ങനെ നീട്ടി വയ്ക്കുക. ഈ കാൽപാദങ്ങളെ ഒന്ന് മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യണം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പോയിന്റ് ചെയ്യുക, അങ്ങോട്ട് പോയിന്റ് ചെയ്യുക, തിരിച്ചെടുക്കുക. ഇങ്ങനെ ഒരു 5 തവണ ചെയ്താലോ? റെഡിയല്ലേ? കമോൺ. 1 2 3 4 5 6 6 തവണയായി. ഓക്കെ, അടുത്തത് ഈ കാലുകളെ ഇങ്ങനെ ഒന്ന് ചലിപ്പിക്കുക, ഇരുവശങ്ങളിലേക്ക് ഇങ്ങനെ. കണ്ട, 1 2 3 4 5. അത് കഴിഞ്ഞു. അടുത്തത് കൈകൾ അങ്ങനെ തന്നെ വെച്ചിട്ട് ഓരോ കാലായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മടക്കുക, നിവർത്തുക. ഇതൊക്കെ ലൂസനിങ് എക്സസൈസിൽ പെട്ടതാണ്, അഥവാ നമ്മുടെ ശരീരത്തെ ഒന്ന് വാമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. കേട്ടോ, 1 2 3 4 5 6. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് കൈകളിങ്ങനെ വീണ്ടും പുറകിൽ കൊടുക്കുക. ഈ കാൽ വെള്ളകളെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. കണ്ടോ, കൈകൾ പുറകിൽ കൊടുക്കുക. എന്നിട്ട് ഈ കാലുകളെ മാക്സിമം 2 കാൽമുട്ടുകളെയും തറയിലേക്ക് അമർത്താൻ ശ്രമിക്കുക. ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. കേട്ടോ, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതൊരു 10 20 തവണ ചെയ്യണം. നമുക്ക് എണ്ണിക്കൊണ്ട് ചെയ്യാം, എന്നോടൊപ്പം ചെയ്യാം. റെഡിയല്ലേ? കമോൺ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇനി അത് തന്നെ ചെയ്യുക. കൈകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് നട്ടെല്ല് നിവർത്തി നെഞ്ച് വിരിച്ചിരുന്നിട്ട് ആ കാലുകളെ ഒന്നുകൂടി ഈ കൈമുട്ട് കൊണ്ട് തുടകളെ താഴേക്ക് താഴ്ത്താൻ ശ്രമിക്കുക. കണ്ടോ, ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ കാലിങ്ങനെ ഒരു കാല് മുന്നോട്ട് നീട്ടി വയ്ക്കുക, മറ്റേ കാലെടുത്ത് ഈ കാലിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. പറ്റുന്ന പോലെ ചെയ്താൽ മതി. ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് കൈ പുറകെ കൊടുക്കുക. ഈ കാൽമുട്ടിനെ തറയിലേക്ക് അല്ലെങ്കിൽ ഈ തുടയെ തറയിലേക്ക് ഇങ്ങനെ താത്തി കൊടുക്കുക. ആകുന്ന പോലെ മതി, പറ്റുന്ന പോലെ ചെയ്താൽ മതി. ഇങ്ങനെ 1 2 3 4 5. ഓക്കെ, ആ കാല് പതുക്കെ മുന്നോട്ട് നീട്ടി വയ്ക്കുക. ഈ കാലെടുക്കുക, ഈ കാലെടുത്ത് ഇവിടെ വയ്ക്കുക, കൈ പുറകെ കൊടുക്കുക, ആ തുടയും തറയിലേക്ക് കൊണ്ടുപോകും. 1 2 3 4 5. ഓക്കെ, ഇത്ര മതി. വളരെ ചെറുതായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഹിപ്പ് ഏരിയ, അരക്കെട്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ലൂസായി, കാൽമുട്ടുകളൊക്കെ ഒന്ന് ലൂസായി. എന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം. ഓക്കെ, അടുത്തത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് എപ്പോഴും യോഗ പരിശീലിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ എവിടെയാണെങ്കിലും ശരി, കട്ടിലിലാണെങ്കിലും കിടക്കുമ്പോൾ എപ്പോഴും ഒരു സൈഡിലേക്ക് ചരിഞ്ഞിട്ടേ കിടക്കാവൂ. ഇങ്ങനെ കിടക്കണം. ആദ്യം ഒന്ന് ചരിഞ്ഞിങ്ങനെ കിടന്നിട്ട് പതിയെ നിവർന്നു വരണം. ആ നിവർന്നു വരുമ്പോൾ കഴിയാവുന്നതും കാലുകൾ ഇങ്ങനെ മടക്കി വയ്ക്കാൻ ശ്രമിക്കുക ആദ്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പതുക്കെ ഓരോ കാലായിട്ട് നീട്ടിക്കൊണ്ടുപോകണം. അപ്പോൾ ആ നടുവേദന ഉള്ളവർക്കൊക്കെ ആശ്വാസത്തോടെ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ കാലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ കൈവിരലുകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുക. ദെൻ പുറകോട്ട് നീട്ടി നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. ഇങ്ങനെ വലിച്ചു പിടിക്കണം. അതായത് കാലിൽ പിടിച്ചൊരാൾ കാലിൻ്റെ ഭാഗത്തേക്കും കയ്യിൽ പിടിച്ചൊരാൾ കയ്യിൻ്റെ ഭാഗത്തേക്കും വലിക്കുന്നതായി സങ്കല്പിക്കുക. ആ നട്ടെല്ലിനെ അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നല്ല സ്ട്രെച്ച് കൊടുക്കുക. അതിനുശേഷം പതുക്കെ കൈകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് കാലുകൾ രണ്ടും ഇങ്ങനെ മടക്കി കാൽപാദങ്ങൾ തറയിൽ അമർത്തി വയ്ക്കുക. ഓക്കെ, കൈകൾ രണ്ടും ഇരുവശങ്ങളിലേക്ക് നീട്ടിയിടാൻ കമഴ്ത്തി വയ്ക്കുക. അല്ലെങ്കിൽ ഈ തലയുടെ താഴെ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ആ സ്ഥലത്തിൻ്റെ സൗകര്യം അനുസരിച്ച്, സ്ഥലം ഒരുപാടുണ്ടെങ്കിൽ ഇങ്ങനെ കൈ നീട്ടി വയ്ക്കുക, അല്ലെങ്കിൽ തലയുടെ താഴെ വയ്ക്കുക. ഞാനിവിടെ തൽക്കാലം തലയുടെ താഴെയാണ് വയ്ക്കുന്നത്. എന്നിട്ട് ഈ 2 കാൽമുട്ടുകളെയും
തുടക്കത്തിലാവുമ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ചലിപ്പിച്ചാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ട, ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഇങ്ങനെ മനസ്സിലായല്ലോ? ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എണ്ണിക്കൊണ്ട് ചെയ്യാം, എന്നോടൊപ്പം ചെയ്യുക. കമോൺ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. ഈ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള വേദന മാറുന്നത്, അതേപോലെ തന്നെ അരക്കെട്ടിൻ്റെ ഭാഗത്ത് അടിഞ്ഞുകൂടുന്ന അമിതമായ കൊഴുപ്പിനെ മാറ്റുന്നതിന് ഏറ്റവും നല്ല വ്യായാമമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ. ഒരിക്കൽ കൂടെ കൈകൾ തറയിൽ ഇങ്ങനെ തലയുടെ താഴെ കൊടുക്കുക. എന്നിട്ട് ഇത്തവണ നമ്മൾ നേരത്തെ ചെയ്ത് ഇങ്ങനെയല്ലേ ചെയ്തത്, വളരെ ഈസി ആയിട്ട്. ഇനി അതിനെ 2 കാൽമുട്ടും ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരുപോലെ കൊണ്ടുവരാം. കണ്ടോ? അപ്പോൾ കൂടുതൽ സ്ട്രെച്ച് കിട്ടണം ഇവിടെ. ഇപ്പോൾ എൻ്റെ വലതു ഭാഗത്താണ് സ്ട്രെച്ച് വരുന്നത്, അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ. അടുത്തത് ഇപ്പുറത്തേക്ക്, കാലുകൾ തമ്മിൽ ചേർന്നിരിക്കണം. ഓക്കെ. അങ്ങനെ ഒരു 10 ചെയ്താലോ? കമോൺ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. കാല് നേരെ കൊണ്ടുവരിക. വീണ്ടും അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കൈകളിങ്ങനെ തലയുടെ താഴെ തന്നെ ഓർത്ത് വെച്ചു. കാലുകൾ നേരത്തെ ഇങ്ങനെ ചേർന്നാണ് ഇരുന്നതെങ്കിൽ ഇത്തവണ വൈഡായിട്ട് വയ്ക്കുന്നു. ഉണ്ടാവും. ആ മാറ്റിൻ്റെ അകലത്തിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ ഇത്തവണ ശ്രദ്ധിക്കണം. കണ്ടോ? ഈ കാലിൻ്റെ മുട്ട് ഈ കാലിൻ്റെ ഉള്ളംകാലിനകത്ത് വരുന്നു. അതുപോലെ തന്നെ തിരിച്ചു ഇപ്പുറത്തേക്ക്. കണ്ടോ? ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യാം. ഓക്കെ. ഒരു 10 ചെയ്താലോ? യെസ്, എന്നോടൊപ്പം ചെയ്യുക. റെഡിയല്ലേ? കമോൺ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. നേരെ കൊണ്ടുവരിക. എന്നിട്ട് പതിയെ കാലുകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കാം. അടുത്തത്, ഇതെല്ലാം വളരെ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ യോഗ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പരുക്കുകൾ, ആ ഇഞ്ചുറീസ് ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ്. ഓക്കെ. കൈകളിങ്ങനെ തലയുടെ താഴെ കോർത്ത് വയ്ക്കുക. ഈ കാലെടുത്ത് ഈ കാലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഈ 2 കാല് തമ്മിൽ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് പിടിക്കണം. നന്നായിട്ട് ഇറുക്കി പിടിക്കുക. എന്നിട്ട് വലത് കാലുകൊണ്ട് ഇടത് കാലിനെ തറയിലേക്ക് താഴ്ത്തുക. മനസ്സിലല്ലേ? ഇങ്ങനെ. എന്നിട്ട് നേരെ കൊണ്ടുവരിക. ഇപ്പുറത്തേക്ക് അതുപോലെ തന്നെ ആ കാല് ക്രോസ് ചെയ്ത് പിടിക്കണം. അതാണ് എൻ്റെ കാര്യം. നന്നായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. കണ്ടോ? ഇങ്ങനെ ചെയ്യണം. ഓക്കെ. ഈസി ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ സൈഡ്, മറ്റേ കാലും ഇങ്ങനെ വയ്ക്കുക. ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരിക, പിന്നെ മറുവശത്തേക്ക് ഇങ്ങനെ ചെയ്യാം. കണ്ടോ? ഇങ്ങനെ 2 ഭാഗത്തേക്കും ചലിപ്പിക്കാം. ഓക്കെ. അത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചെയ്യുന്നത്, ഈ കൈകൾ രണ്ടും ഇങ്ങനെ കാലിൻ്റെ നമ്മുടെ ബട്ടക്സിൻ്റെ അടിയിലേക്ക് കൊടുക്കുക. ഇത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കുന്നത്. കൈകൾ രണ്ടും ബട്ടക്സിൻ്റെ അടിയിൽ കൊടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഞാൻ ചെയ്യുന്ന ഇതാണ്. ഈ കാലിങ്ങനെ പൊക്കി നേരെ മുകളിലേക്ക് പൊക്കി മടക്കി തറയിൽ വെച്ചു. അടുത്ത കാല് പൊക്കി ഉയർത്തി മടക്കി തറയിൽ വെച്ചു. ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഓരോ കാലും ഒരു 5 തവണ വീതം ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 10 തവണ വീതം ആകാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങുകയാണ്. എന്നോടൊപ്പം ചെയ്താൽ റെഡി ആയിക്കൊള്ളുക. 1 2 3 4 5 6 7 8 9 10. കണ്ടോ? അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചെയ്യുന്നത്, ഈ കാല് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ കാല് ഇങ്ങനെ വയ്ക്കുന്നു. കണ്ടോ? ഇങ്ങനെ. കണ്ടോ? ഇതിങ്ങനെ മടക്കുമ്പോൾ ആ തുടഭാഗം വയറിനടുത്ത് വന്ന് ചേരണം. ഇങ്ങനെ മടക്കുമ്പോൾ എന്നിട്ട് അതിനെ നീട്ടുക. മടക്കുക, നീട്ടുക, മടക്കുക, നീട്ടുക. കണ്ടോ? ആ വയറിലൊരു
മസാജ് കിട്ടണം, അവിടെ ഒരു ഇടി കിട്ടണം. ഇങ്ങനെ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ചെയ്ത് നോക്കാം. കമോൺ, എന്നോടൊപ്പം ചെയ്യാം. ദാ കാല് നീട്ടി വെച്ചു. 1 2 3 4 5 6 7 8 9 10. ആ കാല് താഴ്ത്തി വെച്ചു. മറ്റേ കാല് നീട്ടി പിടിക്കുക. ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ആ കാലും താഴ്ത്തി വെച്ചു. അപ്പോൾ ഇതേപോലെ ചെയ്തു. ഓക്കെ, അടുത്തത് 2 കാലുകളെയും മുന്നോട്ട് നീട്ടി വയ്ക്കാം. 2 കാലുകളെയും മുന്നോട്ടിങ്ങനെ നീട്ടി വയ്ക്കുക. എങ്ങനെ? അപ്പോൾ കൈകൾ ബട്ടക്സിനടി തന്നെ വേണം, അത് മറന്നു പോകരുത്. കാല് നീട്ടി വയ്ക്കുക. ദെൻ ഓരോ കാലായിട്ട് ഇതേപോലെ കണ്ടോ ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക. അപ്പോൾ ഒരു കാല് പൊക്കുമ്പോൾ മറ്റേ കാല് തറയിലിരിക്കും. ഇങ്ങനെ പൊക്കുക, താഴ്ത്തുക. മനസ്സിലായോ? റെഡി അല്ലേ? എന്നോടൊപ്പം ചെയ്യാം. 10 ചെയ്യാം. ടോട്ടൽ 10. ദാ കമോൺ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് 2 കാലും ഒരുമിച്ച് പൊക്കണം. ഈ 2 കാലും ഒരുമിച്ച് പൊക്കുമ്പോൾ ഒരിക്കലും ഇത്രയും പൊക്കണ്ട, ഇങ്ങനെ നിർത്തിയാൽ മതി. കണ്ടോ, ഒരു 45 ഡിഗ്രിയിൽ നിർത്തിയാൽ മതി. എന്നിട്ട് താഴോട്ട് വയ്ക്കുക. ഈ കാല് താഴോട്ട് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു ഇങ്ങനെ ഇട്ട് കളയരുത്, അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എപ്പോഴും കാലിങ്ങനെ പൊക്കിയിട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്നത് വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കാവുള്ളൂ. കണ്ടോ, തൊട്ടില്ല, ആ ബലം കിട്ടണം. അപ്പോഴാണ് നമ്മുടെ ഈ അടിവയറിലെ അനാവശ്യമായ ഫാറ്റുകൾ കുറയുന്നു. ആ വയറ് ഇടിഞ്ഞു വരുന്ന ഒരു സ്വഭാവം മാറി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ വയറിടിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നോടൊപ്പം ചെയ്യുക. കൈകൾ ബട്ടക്സിനടിയിൽ വയ്ക്കുക. 2 കാലും ഒരുമിച്ച് ഇത്ര പൊക്കുക. കമോൺ, അഗൈൻ താഴ്ത്തുക. വീണ്ടും 1 2 3 4 5 6 7 8 9 10. കാലുകൾ മടക്കി വയ്ക്കുക. കൈകൾ റിലീസ് ചെയ്യുക. ഈ കാലിനെ ഒന്നിങ്ങനെ കുടഞ്ഞു കളയുക. കണ്ടോ? അപ്പോൾ ആ കാലിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ, ഒരു പിടുത്തം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കളയുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് നമ്മുടെ അസിഡിറ്റി കുറയ്ക്കുന്നതിനുള്ള, നമ്മുടെ ശരീരത്തിലെ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല ആസനമാണ് കാണിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചെയ്തേക്കാം. ഈ കാലിങ്ങനെ മടക്കിയെടുക്കുക. മറ്റേ കാല് മടക്കി തറയിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് കൈകൾ കൊണ്ട് കോർത്ത് പിടിക്കുക. ഈ തുടയെ മാക്സിമം വയറിനോട് ചേർത്ത് പിടിക്കുക. കണ്ടോ, മാക്സിമം വയറിനോട് ചേർത്ത് പിടിക്കുക. അതായത് ഈ കാൽമുട്ട് നമ്മുടെ നെഞ്ചിൻ്റെ മുകളിൽ ഏകദേശം വരണം. അത്രയെങ്കിലും നമ്മൾ പ്രഷർ കൊടുക്കണം ഇങ്ങനെ. അപ്പോൾ ആ വയറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അങ്ങനെ നിർത്തിക്കൊണ്ട് നമുക്ക് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് വയറുള്ളിലേക്ക് ചൊട്ടിച്ച് പിടിച്ചിട്ട് താടി അല്ലെങ്കിൽ മൂക്ക് കാൽമുട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. താടിയാണ് നല്ലത്. ഇങ്ങനെ കൊണ്ടുവരാം. കേട്ടോ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും തല ഇങ്ങനെ ചെയ്യരുത്. കണ്ടോ, ഈ ലെവലിലേക്ക് ഇങ്ങനെ വരരുത്. നോട്ടം മുകളിലേക്കായിരിക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, മറ്റേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കഴുത്തിന് വല്ലാതെ സ്ട്രെയിൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. നോട്ടം മുകളിലേക്ക്, താടി കാൽമുട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. പറ്റുന്ന രീതി ചെയ്താൽ മതി. ആകുന്ന പോലെ ചെയ്യാം. അതുപോലെ തന്നെ മറ്റേ കാല് കണ്ടോ, ഇങ്ങനെ കൊണ്ടുവരിക, ചേർത്ത് പിടിക്കുക, ദെൻ ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്താലോ? മാറി മാറി ചെയ്യാം. ഓരോ കാലിലേക്കും ചെയ്യാം. റെഡി അല്ലേ? കാലിങ്ങനെ ചേർത്ത് പിടിക്കുക. ഓക്കെ, കമോൺ. 1, എന്നോടൊപ്പം ചെയ്തോളാം. 2 3
4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു നമ്മുടെ അസിഡിറ്റിയുടെ പ്രശ്നം ഒരു പരിധി വരെയൊക്കെ പരിഹരിക്കാൻ പറ്റും. അസിഡിറ്റി പൂർണ്ണമായും മാറണമെങ്കിൽ ഭക്ഷണ നിയന്ത്രണം നിർബന്ധമായിട്ടുണ്ടാണ്. വേവിച്ച ഭക്ഷണത്തോടൊപ്പം പച്ചക്കറികൾ റോ ആയിട്ട്, അതായത് പച്ചയായിട്ട് തന്നെ കഴിക്കാവുന്ന പച്ചക്കറികൾ, ക്യാരറ്റ്, അതുപോലുള്ള കുക്കുംബർ, തക്കാളി, ഇതൊക്കെ പച്ചയായിട്ട് കഴിക്കാവുന്നതാണല്ലോ, അത് കഴിക്കാം. ഓക്കെ, അപ്പോഴാണ് അസിഡിറ്റി കുറഞ്ഞ് കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തത് ഓരോ കാലാണ് അല്ലേ. ഇനി അതിനെ 2 കാലും ഒരുമിച്ച് നമ്മുടെ ബോഡിയോട് ചേർക്കണം. ഇതാ ഇങ്ങനെ കാൽ രണ്ടും ഇങ്ങനെ പൊക്കുക, കൈകൾ കൊണ്ട് ഇങ്ങനെ കോർത്ത് പിടിക്കുക. കണ്ട, ആ 2 തുടകളെയും വയറിനോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ താടി കാൽമുട്ടിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതാ ഇങ്ങനെ കണ്ട, ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ ഒരു 5 എണ്ണം ചെയ്താലോ? റെഡി അല്ലേ? കമോൺ, എന്നോടൊപ്പം ചെയ്യാം. അതാ 1 2 3 4 5. ഓക്കെ, കാലുകൾ പതുക്കെ താഴ്ത്തി വയ്ക്കുക. നേരത്തെ ചെയ്ത പോലെ കാലിനെ ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുക. കണ്ട, ആ കാലുകളൊക്കെ ഷേക്ക് ചെയ്യുമ്പോൾ ആ ഒരു നല്ല ഒരു ഉണർവ് കിട്ടും. അങ്ങനെ ചെയ്യാം. ഓക്കെ, ഫൈൻ. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് കിടക്കണം. ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക. കണ്ടോ? അപ്പോൾ ആ സമയത്ത് ഈ കൈ ഇങ്ങനെ തലയണ പോലെ വയ്ക്കുക. ഇങ്ങനെ നീട്ടി വെച്ചാലും മതി. തറയിൽ റെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പൊക്കി പിടിക്കരുത്. ഈ കൈയിലേക്ക് തല വെച്ച് ഇങ്ങനെ കിടക്കുക. ഓക്കെ, ഈ കാലിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഒരു കാല് മടക്കി വയ്ക്കുക. ഈ താഴെ ഇരിക്കുന്ന കാല് മടക്കി വയ്ക്കുക. മറ്റേ കാലിങ്ങനെ നീട്ടി വയ്ക്കുക. എന്നിട്ട് ഈ കാലിനെ ഇങ്ങനെ മാക്സിമം പൊക്കാൻ ശ്രമിക്കുക. കണ്ടോ? അപ്പോൾ ഈ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള വേദന, അതുപോലെ തന്നെ അരക്കെട്ടിൻ്റെ ഭാഗത്ത് അടിഞ്ഞുകൂടിയുന്ന കൊഴുപ്പിനെയൊക്കെ മാറ്റാൻ ഏറ്റവും നല്ല വ്യായാമമാണിത്. ചെയ്യാം. ദാ ഇങ്ങനെ ചെയ്യാം. കണ്ടോ? ഈ കൈ ഇവിടെ കൊടുക്കാൻ സപ്പോർട്ട്. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. റെഡിയല്ലേ? എന്നോടൊപ്പം ചെയ്യാം. 5 എണ്ണം ചെയ്യാം. കമോ. 1 2 3 4 5. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അടുത്ത് ചെയ്യാവുന്ന, നേരത്തെ പറഞ്ഞ പോലെ ആ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാം. ഇതാ ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ട, ഈ കാലിനെ മാക്സിമം ഇങ്ങനെ മടക്കുക, നിവർത്തുക, ഇങ്ങനെ മടക്കുക, നിവർത്തുക. കണ്ട, സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ചെയ്യാം. 5 എണ്ണം ചെയ്യാം. കമോൺ, എന്നോടൊപ്പം. യെസ്. 1 2 3 4 5. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഇതേ രീതി തന്നെ കിടന്നുകൊണ്ട് ചെയ്യാവുന്നത്, കാലിനെ മാക്സിമം ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോകുക, എന്നിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യാം. കണ്ടോ? ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യാം. 5 എണ്ണം ചെയ്യാം. കമോൺ. 1 2 3 4 5. ഓക്കെ, അത് കഴിഞ്ഞു. പതിയെ മലർന്ന് കിടക്കുക. മലർന്നൊന്ന് കിടന്നിട്ട് നേരെ തിരിച്ച് മറുവശത്തേക്ക് കിടക്കണം. അതായത് ഇങ്ങനെ കിടന്ന് ചെയ്താലും മതി, ഇങ്ങനെ കിടന്ന് ചെയ്താലും മതി. പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ കാല് ഇങ്ങോട്ട് നീട്ടി നേരത്തെ കിടന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതായത് ഈ സൈഡ് കറക്റ്റാക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടി വെച്ചു. ഓക്കെ, ഈ താഴെ ഇരിക്കുന്ന കാല് മടക്കി വെച്ചു. ഈ കാലിങ്ങനെ വെച്ചു. ഈ കൈ ഇവിടെ സപ്പോർട്ട് കൊടുത്തു. നേരത്തെ ചെയ്ത പോലെ 5 എണ്ണം ചെയ്യാം. ഈ കാല് പൊക്കുന്ന എടുത്ത് ചെയ്യാം. റെഡിയല്ലേ? കമോൺ. 1 2 3 4 5. അരക്കെട്ടിൻ്റെ ഭാഗത്തെ വേദന, കാലിലേക്ക് നീരിറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കാലിൻ്റെ വേദന, മരവിപ്പൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന്
രണ്ടാമത്തെ സെറ്റ്, രണ്ടാമത്തെ ചെയ്ത പ്രക്രിയ ഇതാണ്. ഇങ്ങനെ ഈ കാലിങ്ങനെ മടക്കുക, നിവർത്തുക. ചെയ്യാം എന്നോടൊപ്പം. കമാൺ. 1 2 3 4 5. ഓക്കെ. അടുത്തത് കാലിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക, മാക്സിമം പുറകോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ ചെയ്യാം. കമാൺ എന്നോടൊപ്പം. 1 2 3 4 5. ഓക്കെ. ഇത് നിങ്ങൾക്ക് സമയമുള്ളതുപോലെ എത്ര സമയം വേണമെങ്കിലും ചെയ്യാം, അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. അടുത്തത് ഇങ്ങനെ തന്നെ കിടന്നിട്ട് നേരെ കമഴ്ന്ന് കിടന്നേക്കാം. ഇങ്ങനെ കിടക്കുക. എന്താ കമഴ്ന്ന്, ലൈ ഓൺ യുവർ ബെല്ലി എന്ന് പറയും. എന്നിട്ട് ഈ കൈകൾ രണ്ടും ഇങ്ങനെ പുറകോട്ട് വയ്ക്കുക. പുറകോട്ട് വെച്ചിട്ട് തല ചരിച്ച് കവിളിങ്ങനെ വയ്ക്കണം. വിശ്രമാസനം എന്നതിന് പറയുന്നത്, അല്ലെങ്കിൽ മകരാസനം. വെറുതെ ഇങ്ങനെ കിടക്കുക. ഒരു ബലം കൊടുക്കണ്ട. നട്ടലിനെ പൂർണ്ണമായും അയച്ചിട്ട് കിടക്കുക. ഈ കാര്യങ്ങളിലൊക്കെ വളരെ ക്ഷമയോട് ചെയ്യുന്നവർക്കാണ് ആരോഗ്യം ഉണ്ടാവുക. തിരക്ക് കൂട്ടിയിട്ട് നോ ക്യാപ്സ്യൂൾസ് അല്ലേ, നമുക്ക് തിരക്കൊന്നുമില്ല, പതുക്കെ ചെയ്താൽ മതി. ഓക്കെ. അങ്ങനെ കിടന്നു. ഇതും നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും കിടക്കാം. നമുക്ക് ഇവിടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അടുത്ത ആസനത്തിലേക്ക് പോവുകയാണ്. അടുത്താണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നിട്ട് തല പൊക്കിയിട്ട് നെറ്റി തറയിൽ തൊട്ട് വയ്ക്കുക. ഓരോന്നും ശ്രദ്ധയോടെ നോക്കുക. കൈകൾ രണ്ടും നെഞ്ചിന് ഇരുവശവും ഇങ്ങനെ വയ്ക്കുക. ഓക്കെ. എന്നിട്ട് പതിയെ ശ്വാസം എടുത്തുകൊണ്ട് തലയും നെഞ്ചും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും. ഇത്ര വന്നാൽ മതി. കൈ ഇങ്ങനെ ഫുള്ള് നിവരണ്ട. ഈ കൈ രണ്ട് ശരീരത്തോട് ചേർത്ത് ഇങ്ങനെ മുകളിലേക്ക് നോക്കുക, ആകാവുന്നത്ര. ഓക്കെ. ബട്ടക്സ് ഒന്ന് സ്ക്വീസ് ചെയ്ത് പിടിച്ചാൽ നന്നായിരിക്കും. ഒരു പതിയെ താഴേക്ക് പോകാം. ഇതാണ്. അപ്പോൾ നടുവേദന മാറുന്നതിന്, മുതുകിൻ്റെ ഭാഗത്തുള്ള മുഴുവൻ വേദനയും മാറുന്നതിന്, ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വ്യായാമമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ഭുജംഗാസനം അല്ലെങ്കിൽ സർപ്പാസനം എന്ന് പറയും. ചെയ്യാം. എന്നോടൊപ്പം ഒരു 5 ചെയ്യാം. കമോൺ. അതുപോലെ BP കുറയ്ക്കുന്നതിന് നല്ലതാണ്, BP കൺട്രോൾ ചെയ്യുന്നതിന് നല്ലതാണ്. ചെയ്യാം. ഇങ്ങനെ എടുത്ത് ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ 2, exhale down, inhale 3, exhale down, inhale 4, exhale down, inhale 5, exhale down. ഓക്കെ. വീണ്ടും നേരത്തെ കിടന്ന പോലെ തലചരിച്ച് കവിള് തറയിൽ വെച്ച് കൈകൾ പുറകോട്ടിട്ട് റിലാക്സ് ചെയ്ത് കിടക്കുക. ഈസിയായി കിടക്കുക. ഓക്കെ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വന്നിട്ട് ഈ കൈകൾ രണ്ടും ഇങ്ങനെ മുന്നോട്ട് നീട്ടി വയ്ക്കുക. നെറ്റി തറയിൽ തൊട്ട് വയ്ക്കുക. എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ ചെയ്യാം. ഒരു കൈ ഇങ്ങനെ പൊക്കുക, മറ്റേ കൈ പൊക്കുക. ഇങ്ങനെ മാറി മാറി ചെയ്യാം. ഓക്കെ. ഈസി ആയിട്ട് നമ്മുടെ മുതുകിൻ്റെ ഭാഗത്തുള്ള മസിൽസിനെ ബലപ്പെടുത്താൻ അല്ലെങ്കിൽ നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുക. റെഡി? കമോൺ. ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10. ഓക്കെ. അത് കഴിഞ്ഞു. അടുത്തത് ഓരോന്നും ശ്രദ്ധയോടെ ആദ്യം നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യുക. അടുത്തത് ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്നിട്ട് ഈ കൈ പൊക്കുന്ന സമയത്ത് ഈ കാലുകൂടി പൊങ്ങും. മനസ്സിലായല്ലേ? ഡയഗണലായിട്ട് കോണോട് കോൺ പൊങ്ങും. മനസ്സിലായോ? ചെയ്യാം. കമോൺ. എന്നോടൊപ്പം ചെയ്യുക. 10 ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. അത് കഴിഞ്ഞു. അടുത്തത് കൈകളിങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ നേരെ 2 കൈയും ഒരുമിച്ച് പൊക്കണം. ഒപ്പം തലയും നെഞ്ചിൻ്റെ കുറച്ച് ഭാഗം കൂടി പൊക്കാൻ പറ്റുമെന്ന് നോക്കാം. റെഡി? ആദ്യം ബുദ്ധിമുട്ട് തോന്നിയാലും അത് വിട്ടുകളയരുത്, സ്ഥിരമായിട്ട് ചെയ്യുക. റെഡി? ഇങ്ങനെ അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. മനസ്സിലായോ? 5 ചെയ്യാം.
വയറിൻ്റെ ബലത്തിന്, നടുവേദന മാറാൻ ഒക്കെ നല്ലതാണ്. ചെയ്യാം. ഇൻഹേൽ അപ്പ്, ഡൗൺ, 2, 3, 4, 5. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഇതേപോലെ തന്നെ കൈകൾ പൊങ്ങുമ്പോൾ കാലുകൾ കൂടി പൊക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നടുവേദന മാറുന്നതിനും വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയ്ക്കുന്നതിനും ഒക്കെ നല്ലതാണ്. ചെയ്യാം. ഇങ്ങനെ ഉണ്ടോ, കാലിങ്ങനെ പൊക്കുക, കൈകൾ പൊക്കുക. ദോലാസനം എന്ന് പറയും. ചെയ്യാം. കമ 1, 2, 3, 4, 5. ഓക്കെ, വീണ്ടും ഒന്ന് കൈ പുറകോട്ടിട്ടിട്ട് ആ മകരാസനത്തിൽ അല്ലെങ്കിൽ വിശ്രമാസനത്തിൽ വിശ്രമിക്കുക. ഒരു 5-10 സെക്കൻഡ് വരെ അങ്ങനെ കിടക്കാം. അപ്പോഴൊക്കെ നമ്മൾ ആ എനർജി വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ആസനത്തിലേക്കുള്ള സ്റ്റെപ്പാണ്. റെഡി? ചെയ്യേണ്ട എത്ര മാത്രം, 2 കൈകളും ഇങ്ങനെ കാലിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ തിരികെ വയ്ക്കുക. കണ്ടോ, ടോട്ടൽ ബോഡി നമ്മുടെ വയറിൻ്റെ അടിയിലേക്ക് കൈകൾ മുഴുവൻ പോകാൻ പറ്റിയാൽ അത്രയും നല്ലത്. എന്നിട്ട് താടി തറയിൽ തൊട്ട് വയ്ക്കുക, ചിൻ ഓൺ ദ ഗ്രൗണ്ട്. എന്നിട്ട് ഓരോ കാലായിട്ട് ഇങ്ങനെ പൊക്കുക. എത്ര പൊക്കാൻ പറ്റുമോ, ഇത്ര പറ്റുള്ളെങ്കിൽ അത്ര മതി, അതല്ല ഇത്രയും പൊക്കാൻ പറ്റുമെങ്കിൽ അത്ര പൊക്കുക. ഇങ്ങനെ മാറി മാറി പൊക്കണം. മനസ്സിലായോ? ചെയ്യാം. നമുക്കൊരു ടോട്ടൽ 10 ചെയ്യാം. യെസ്, ഈസി. Come on. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇനി അങ്ങനെ തന്നെ കിടന്നിട്ട് ദീർഘമായൊരു ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ 2 കാലുകളെയും ഒരുമിച്ച് പൊക്കുക. ഓക്കെ, ദീർഘമായൊരു ശ്വാസം എടുത്തിട്ട് പതിയെ പുറത്തേക്ക് വിടുക. അഗെയിൻ ശ്വാസം എടുത്തിട്ട് 2 കാലും ഒരുമിച്ച് പൊക്കുക. ഓക്കെ, കമോൺ. ദീർഘമായി ശ്വാസം എടുക്കുകയാണ്, പുറത്തേക്ക് വിട്ടു. ഇനി ശ്വാസം എടുത്തുകൊണ്ട് 2 കാലും ഒരുമിച്ച് വെക്കുക. ഇൻഹേൽ അപ്പ്, ഡൗൺ. ഇതേപോലെ ഒരു 3 തവണ ചെയ്ത് നോക്കാം. കമോൺ, എന്നോടൊപ്പം ചെയ്യാം. ഇൻഹേൽ അപ്പ്, ഡൗൺ. യെസ്, കമോൺ. 2, 3. ഓക്കെ, കൈകൾ റിലീസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് സമയവും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. സുഖകരമായിട്ട് നിങ്ങൾ കിടക്കുക. ഓക്കെ, പതുക്കെ നേരെ വീഴുക, കൈകൾ തറയിൽ കുത്തുക, നേരെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. അതായത് 4 കാലുകൾ നിൽക്കുന്ന പോലെ. കണ്ടോ, 4 കാലിൽ നിൽക്കുന്ന ജീവികളില്ലേ, അതേപോലെ നിൽക്കുക. ഇങ്ങനെ നിന്നിട്ട് കൈകളിങ്ങനെ തറയിൽ കുത്തുക. ഈ നടുവ് കുഴിച്ച്, ഈ നടുവ് ഇങ്ങനെ കുഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എളുപ്പ വഴിയുണ്ട്. നമ്മളിങ്ങനെ ബട്ടക്സ് ഒന്ന് പുറകോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒന്ന് ഊർന്ന് മുകളിലേക്ക് വന്നാൽ മതി. അപ്പോൾ ആ നടുവ് നന്നായിട്ട് കുഴിഞ്ഞിരിക്കും. ക്യാറ്റ് പോസ് എന്ന് പറയും. ക്യാറ്റ്, പൂച്ച നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ നായക നിൽക്കുന്ന പോലെ. ഓക്കെ, എന്നിട്ട് പതിയെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് ചെയ്യണം. അതായത് നടുവിനെ ഇങ്ങനെ വളയ്ക്കുക, റാ പോലെ ആക്കുക. ആ സമയത്ത് തല താഴ്ത്തി കാൽമുട്ടുകളിലേക്ക് നോക്കണം, മുട്ടുകളുടെ ഇടയിലേക്ക്. കണ്ടോ, വീണ്ടും നടുവൊന്ന് കുഴിക്കുക, തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. സ്പോണ്ടിലൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ മാറാൻ ഏറ്റവും നല്ലതാണ്. ചെയ്തുകൊണ്ടേയിരിക്കുക. വീണ്ടും ക്യാമലിലേക്ക് വരിക. അഗെയിൻ ക്യാറ്റ്, ക്യാമൽ, ക്യാറ്റ്, ക്യാമൽ. ഓക്കെ, അങ്ങനെ ചെയ്തു. അടുത്തത് കാലിൻ്റെ മുട്ടുകൾ അല്പം ഇങ്ങനെ അകത്തി വയ്ക്കുക. ഇങ്ങനെ ചേർന്നിരുന്ന കാൽമുട്ടുകളെ അല്പം അകത്തി വയ്ക്കുക. എന്നിട്ട്
ബട്ടക്സ് ഉപ്പൂറ്റിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. മാക്സിമം പുറകോട്ട് കൊണ്ടുപോയിട്ട് കൈ ഇങ്ങനെ മുന്നോട്ട് നീട്ടി മാക്സിമം തറയിലേക്ക് കുനിയിരിക്കുക. നെറ്റി തറയിൽ തൊടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എത്രമാത്രം പോകാൻ പറ്റുമോ അത്രമാത്രം പോകുക. ഇങ്ങനെ ഇരിക്കുക. ശശാങ്കാസനം എന്ന് പറയും. നമ്മുടെ ഓർമ്മശക്തി, ചിന്താശക്തി, ബുദ്ധിശക്തി ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല ആസനമാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച്, എല്ലാവർക്കും, സ്ത്രീകൾക്ക്, നമുക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകാവുന്ന അൾഷിമേഴ്സ് പോലുള്ള ഓർമ്മക്കുറവ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും വന്നത് ഒരു പരിധിവരെയൊക്കെ സുഖപ്പെടുത്താനും ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ ഇരിക്കുക. നെറ്റ് തറയിലേക്ക് കൊടുത്ത് അങ്ങനെ ഇരിക്കുക. ഓക്കെ. അപ്പം അതൊക്കെ കൈകൾ പുറകോട്ട് കൊണ്ടുവന്നിട്ട് കാലിൻ്റെ ഹീലിൽ പിടിക്കുക. അപ്പോൾ ഈ ബട്ടക്സ് കുറേ കൂടെ താഴ്ത്താൻ ശ്രമിക്കണം. നമ്മുടെ ഉപ്പൂറ്റിയോട് ചേർക്കാൻ ശ്രമിക്കും. ശ്വാസം എടുക്കുക, വിടുക. 10 സെക്കൻഡ് നിന്നിരിക്കുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ. പതിയെ തലപൊക്കുക. കൈകൾ തറയിൽ ഊന്നിക്കൊണ്ട് നേരെ എഴുന്നേറ്റ് ആ ഒരു വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. നട്ടെല്ല് നിവർത്തിയിരിക്കുക. സുഖകരമായ രീതിയിലിരിക്കുക. എത്ര സമയം ഇരിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. കാലിൻ്റെ മുട്ടുവേദന ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളവർ ഇരിക്കണ്ട. അല്ലാതുള്ളവർക്ക് സുഖകരമായ രീതിയിൽ ഇരിക്കാവുന്നവർക്ക് ഇങ്ങനെ ഇരിക്കാം. സുഖകരമായ രീതിയിൽ ഇരിക്കാം. ദഹനശക്തി, നന്നായിട്ട് ദഹനം നടക്കാൻ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടക്കാൻ ഏറ്റവും നല്ല വ്യായാമമാണ്, ആസനമാണിത്. വജ്രാസനം എന്ന് പറയും. ഓക്കെ. ഇനി പതിയെ അവിടെ നിന്ന് റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വശത്തേക്കൊന്ന് ചെരിയുക. നേരെ വന്നിട്ട് സുഖകരമായ രീതിയിലൊന്ന് ഇങ്ങനെ കിടക്കണം. എപ്പോഴും കിടക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം. ഒരു വശത്തേക്ക് ചരിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക. ഉണ്ടോ? ഇങ്ങനെ കിടന്നിട്ട് കാലുകൾ അല്പം ഇങ്ങനെ വിട്ട് വയ്ക്കുക. ആ മാറ്റിൻ്റെ അകലത്തിലേക്ക് വയ്ക്കുക. ഓക്കെ. കൈകൾ ശരീരത്തിന് ഇരുവശവും മലർത്തി അയച്ചിട്ട ശേഷം ശരീരത്തെ മുഴുവനായി ഒന്ന് അയച്ചിടുക. ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ വയറിൻ്റെ ചലനത്തിൽ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കുക. ഒരു 5-10 സെക്കൻഡ് വരെ അങ്ങനെ കിടക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ഷമയോടെ ചെയ്യണം നിർബന്ധമായിട്ട്. അല്ലാതെ വേറെ യാതൊരു കുറുക്കു വഴിയുമില്ല. അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് തന്നെ മാർഗമുള്ളൂ. അപ്പോൾ അങ്ങനെ ശാന്തമായി കിടക്കുക. താൻ പതിയെ കാലുകളൊന്ന് ചേർത്ത് വയ്ക്കാം. കൈകൾ കോർത്ത് പിന്നിലേക്ക് നീട്ടി വലിച്ച് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. ഓക്കെ. പതിയെ കൈകൾ മുന്നോട്ട് കൊണ്ടുവരാം. സാവധാനം ഒരു വശത്തേക്ക് ചരിഞ്ഞിട്ട് എഴുന്നേറ്റ് സുഖാസനത്തിലേക്ക് വരിക. അതായത് ചമ്രം പടിഞ്ഞിരിക്കുന്നതിനാണ് സുഖാസനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുക. നട്ടെല്ല് നിവർത്തിയിരിക്കുക. കണ്ണടച്ചുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ കൈകൾ തൊഴുതു പിടിക്കുക. പ്രാർത്ഥന, നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രാർത്ഥന ചൊല്ലാം. മനസ്സിൽ ചൊല്ലിയാൽ മതി. പതിയെ കൈകൾ താഴ്ത്തിയിട്ട് നമുക്ക് നമ്മുടെ ദൈനംദിന ജോലികളിലേക്ക്, നമ്മുടെ ജോലികളിലേക്ക് പോകാം. ഓക്കെ. നമ്മളിവിടെ അവസാനം ചെയ്ത ആ ശവാസനം അല്ലെങ്കിൽ യോഗനിദ്ര, അതിൻ്റെ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ കാണാം. നമ്മുടെ ചാനലെടുത്തിട്ട് ആ വീഡിയോ സെക്ഷനിൽ പോയിട്ട് യോഗനിദ്ര എന്ന് ടൈപ്പ് ചെയ്താൽ ആ വീഡിയോ കിട്ടും. അത് നോക്കിയിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇയർ ബഡ്സ് വെച്ചിട്ട് വളരെ വോളിയം കുറഞ്ഞ് വേണം കേൾക്കാൻ. ഏറ്റവും കുറഞ്ഞ വോളിയത്തിൽ കേൾക്കുക. അത് സുഖകരമായ രീതിയിൽ കിടന്ന് കേൾക്കുക. ഏറ്റവും നല്ലൊരു ഒരു ആസനമാണത് യോഗനിദ്ര. ശരീരത്തെയും മനസ്സിനെയും അയച്ചിടുന്നതിനും ശാന്തമാക്കുന്നതിനും പറ്റിയതാണ്. അതൊന്ന് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നോക്കി ചെയ്തു എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ കണ്ടുകൊണ്ടിരുന്നവരാണെങ്കിൽ ഇതൊന്ന് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുക, പ്രായോഗികമാക്കുക. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. വാട്സപ്പ് വഴി അയക്കാമല്ലോ. ഇപ്പോൾ ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം നേരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നമസ്തേ.